ഡോക്ടർ വർഗീസ് ജോർജ്, ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്തംഭിക്കുന്നു, ബീഹാർ നിയമസഭ സ്തംഭിക്കുന്നു. വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയണം എന്ന ആവശ്യത്തിന് എന്ത് അടിസ്ഥാനമുള്ളത്? എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? RJD എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? നമ്പ്യാർ സാർ, ഞാൻ ഈ മാസം ആദ്യം വാരം അവിടെ പാറ്റ്നയിലുണ്ടായിരുന്നു. പൊതുവെ അവിടെ ജനങ്ങൾക്കിടയിൽ ഒരു ഉത്കണ്ഠയുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 18ാം ലോക്സഭാ ഇലക്ഷന് ശേഷം BJPക്ക് ഒരു സ്റ്റണ്ണിങ് ഡിഫീറ്റാണ് ഉണ്ടായത്. 400-ൽ പരം ലോക്സഭാ സീറ്റ് കിട്ടുമെന്ന് കരുതിയ BJPക്ക് 240 ലോക്സഭാ സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. തനിയെ ഭൂരിപക്ഷം പോലും ലഭിച്ചില്ല. അതുകൊണ്ട് അതിനുശേഷം എങ്ങനെ അധികാരത്തിൽ തുടരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ BJPക്ക് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങളും അവരെടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളതായിരുന്നു കൊണ്ടുവന്ന ഒരു പ്രമേയം. പക്ഷേ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടേണ്ടി വന്നു. ഇപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണമാണ്. നമ്മുടെ രാജ്യത്ത് സാധാരണ ഇലക്ഷൻസിനെ ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി എന്നാണ് വിളിക്കുന്നത്. പരമാവധി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഉത്സാഹം കൊടുക്കുക, അതാണ് സമീപകാലത്തെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുനഃപരിശോധന വോട്ടർ പട്ടികയിൽ സ്പെഷ്യൽ റിവിഷൻ നടക്കുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും ഒരു ഉത്കണ്ഠയുണ്ട്. സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻസ് നടക്കുമ്പോൾ, ജനറൽ ഇലക്ഷൻസ് നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധികൾ നമ്മുടെ ഭവനങ്ങളിൽ വന്ന് എന്യൂമറേഷൻ നടത്തി വോട്ടർ പട്ടിക പൂർത്തീകരിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 2003 ഇലക്ടറൽ റോളിൽ ഉൾപ്പെടാത്തവരെല്ലാവരും അവർ വോട്ടർമാരാണെന്ന് തെളിയിക്കത്തക്കവണ്ണം അവർ ഡോക്യുമെന്റ്സോടുകൂടി അത് സാധൂകരിക്കണം. അപ്പോൾ വോട്ടറാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ വോട്ടർക്കാണ്. അങ്ങനെ കൊണ്ടുവരുന്ന ധാരാളം ഡോക്യുമെന്റ്സ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തിറക്കിയ വോട്ടർ ID അവർ അംഗീകരിക്കുന്നില്ല, ആധാർ അംഗീകരിക്കുന്നില്ല, റേഷൻ കാർഡ് അംഗീകരിക്കുന്നില്ല, ലാൻഡ് ഡീഡ്സ്, അതേപോലെ തന്നെ പാസ്പോർട്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്നാണ് അവർ പറയുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ഒരു JDU ഭരണകക്ഷി BJP JDU സഖ്യമാണല്ലോ. JDUവിൽ ഒരു MP തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കാര്യങ്ങൾ ഹാജരാക്കാൻ തന്നെ ഒരാഴ്ച വേണ്ടി വന്നു, പിന്നെ എങ്ങനെ ബീഹാറിലെ പരമദരിദ്രർക്ക് ഇത് സാധിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് വരെ ഇലക്ഷൻ കമ്മീഷന് നമ്പ്യാർ സാർ പറഞ്ഞ പോലെ വേണ്ട 1/2 കോടിയിലധികം ആളുകൾ ഇപ്പോൾ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ ഇനി 2 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ എത്ര പേർ കൂടി ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഏതായാലും ധാരാളം പേര് ഇപ്പം പുറത്താവുന്ന സാഹചര്യമാണ്. ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ വളരെ വിഷമമാണ്. സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ പാർട്ടിയും മറ്റു പാർട്ടികളും കോൺഗ്രസും എല്ലാവരും ഇത് ഒരു നിർദ്ദേശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് ഖണ്ഡിതമായ ഒരു തീരുമാനം വന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അവിടെ ഒരു സർവേ നടത്തി, ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഒരു സർവേ നടത്തിയായിരുന്നു. ആ സർവേയിൽ കൂടുതലും ആളുകൾ പറയുന്നത് അവിടുത്തെ ദളിത്, അവിടുത്തെ മൈനോറിറ്റീസ്, OBCs, ആദിവാസീസ്, വിമൻ, ഇവരെല്ലാം RJD, കോൺഗ്രസ്, CPI, CPM, CPI, ML, ഇന്ത്യ സഖ്യത്തെയാണ് കൂടുതലും പിന്തുണയ്ക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഫലാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഈ പാവപ്പെട്ടവർ ഒഴിവാകുമോ എന്നുള്ളൊരു ഉത്കണ്ഠയാണ്. പ്രത്യേകിച്ച് മൈഗ്രൻ്റ് വർക്കേഴ്സ്. ബീഹാറിലെ ആകെ ജനസംഖ്യ 7 കോടിയാണ്. അതിൽ മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 20% ആണ്. കേരളത്തിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ അവർക്ക് എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ്സ് കാണിച്ച് തങ്ങൾ വോട്ടറാകാൻ അവകാശപ്പെടാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ വളരെ പ്രയാസകരമായിട്ട് വരികയാണ്. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടുമെന്നുള്ള ഉത്കണ്ഠയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്.